പുതിയ സിനിമ ആശാൻ കണ്ടു. അമ്പിളി, ഗപ്പി എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത ജോൺ പോൾ ജോർജ് ആണ് ഈ സിനിമയുടെ സംവിധായകൻ. ആ ഒരു മിനിമം ഗ്യാരണ്ടിയിൽ തന്നെയാണ് ഈ സിനിമ കാണാൻ പോകുന്നതും. പക്ഷേ എന്തോ നിരാശയാണ്. എനിക്കൊട്ടും വർക്കായില്ല ഈ സിനിമ. ഇന്ദ്രൻസ്, ബിബിൻ പെരുമ്പള്ളി, ജോമോൻ ജ്യോതിർ, ശോഭി തിലകൻ എന്നിവരൊക്കെയാണ് മുൻനിരയിലുള്ളത്. മികച്ച പെർഫോമൻസ് ആണ്. അതുപോലെ മറ്റ് നിരവധി താരങ്ങൾ വന്നു പോകുന്നുണ്ട്. എല്ലാവരും പെർഫോമൻസ് മികച്ചതായി കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു നിരാശ പകരുന്ന സിനിമ മാത്രമാണ് ആശാൻ. സിനിമയും സിനിമയ്ക്കുള്ളിലെ സിനിമയും അതിനുള്ളിലെ മറ്റൊരു സിനിമയും ഒക്കെയാണ് സ്റ്റോറി ലൈൻ. ഇതിലെ ഓരോ നടന്മാരെയും സംവിധായകൻ അങ്ങേയറ്റം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ജോമോ സ്ഥിരം ശൈലിയൊക്കെ വിട്ട് ഒരു നായക നടനായി തന്നെ സ്ക്രീനിൽ തിളങ്ങി നിൽക്കാൻ പാകത്തിന് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടന്റെ കരിയറിൽ മികച്ച കഥാപാത്രങ്ങൾ വേറെ പലതുണ്ടെങ്കിലും ഇതും ഒരു മികച്ച കഥാപാത്രം തന്നെയാണ്. ഒരു സിനിമ നിർമ്മിക്കുന്നതിലെ കഷ്ടപ്പാട്, ആ സിനിമയ്ക്ക് പുറകിൽ നിന്ന് ഞാനും 40-45ഓളം ദിവസം ഒരു സിനിമയുടെ പുറകിൽ തന്നെ നിന്ന് കൃത്യമായി അതിൻ്റെ കഷ്ടപ്പാടുകൾ അറിയുന്ന ഒരാൾ തന്നെയാണ്. റിയലി സോറി ടു സേ ഡയറക്ടർ മിസ്റ്റർ ജോൺ പോൾ ജോർജ്, ഇത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം നിങ്ങളൊരു വെൽ ടാലൻറ്റഡ് ഡയറക്ടർ ആണ് എന്നുള്ള ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയത് എന്നുള്ളത് കൊണ്ടാവാം ആ സിനിമയോളം നിലവാരം ഈ സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകൾ കോസ്റ്റ്യൂംസിലും പ്രോപ്പർട്ടിയിലുമൊക്കെ ഓവർ എക്സ്പോഷറായി കാഴ്ചയ്ക്ക് ഒരു അലോസരമുണ്ടാക്കുന്ന രീതിയിൽ പലയിടങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനലിലൂടെ അകത്തേക്ക് വരുന്ന വെളിച്ചം കർട്ടൻ ഉണ്ടെങ്കിൽ പോലും, അതല്ലെങ്കിൽ ഒരു ബൾബ് കത്തുന്നിടത്ത് ഇവിടെയെല്ലാം ഒരു മഞ്ഞ കളർ വന്ന് മൂടിയിരിക്കുന്നത് പോലെയും അതുപോലെ ഒരു വർണ്ണ വലയമുള്ളതുപോലെയൊക്കെയാണ് തോന്നുന്നത്. അത് കാഴ്ചയ്ക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ ചെയ്യാൻ വേണ്ടി ഒരു VFX റൂമായി ഒരു ബാഡ്മിൻ്റൺ കോർട്ട് തിരഞ്ഞെടുക്കുന്നത്, അവിടെ ചെയ്തിരിക്കുന്ന ആർട്ടൊക്കെ വളരെ ഗംഭീരമാണ്. പക്ഷേ അവിടെ ചിത്രീകരിച്ച സിനിമ അതൊരു VFXിലൂടെ ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന VFX അത് കുട്ടികളിലെ കാർട്ടൂൺ ചിത്രങ്ങൾ പോലും ഇതിനേക്കാൾ മനോഹരമായിരിക്കും എന്നുള്ളതേ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിമിൽ വരുന്ന മലകളൊക്കെ ചുമ്മാ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീലാണ്. അതുപോലെ പലതും മുറിച്ചു വെച്ചിരിക്കുന്നത് പോലെയൊക്കെ ഏച്ചുകൂട്ടിയതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു പോയ കഥയാണെങ്കിലും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് മേക്ക് ചെയ്യുക എന്നുള്ളത് മലയാളികൾ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ആ പുതുമ സമ്മാനിക്കുന്നതിൽ, അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളിടത്താണ് ഈ സിനിമയും നിരാശയുണ്ടാക്കുന്നത്. പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ വരുന്നുണ്ട്. ആ കഥയും ഒട്ടും പുതുമ സമ്മാനിക്കാത്ത കഥയായി മാറിപ്പോകുന്നതോടുകൂടി ഈ സിനിമ ഒട്ടും വർക്കാവാതെ അത് കണ്ട് തിരിച്ചിറങ്ങി വരേണ്ട അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത് ഈ രീതിയിലാവണമെന്നില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കാവാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇന്ദ്രൻസേട്ടൻ്റെ മികച്ച പ്രകടനമാണ്. അത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും പോയി കാണുക, ആസ്വദിക്കുക.